ആർട്ട് ചാനലിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്ന് പുതിന ലെമൺ ടീ റെസിപ്പി ആണ് നമ്മൾ കാണുവാൻ പോകുന്നത്. ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ഇംപ്രൂവ് ചെയ്യുമെന്നാണ് അറിയപ്പെടുന്നത്. വളരെ ആസ്വാദ്യകരമായ ഒരു പാനീയം കൂടിയാണ് ഇത്. ജോലിയൊക്കെ ചെയ്ത് മടുത്ത് ശരീരവും മനസ്സും വിഷമിച്ചിരിക്കുമ്പോൾ ഈ ഒരു ചായ സമാധാനപരമായി ഉണ്ടാക്കി ആസ്വദിച്ചു കുടിച്ചാൽ നല്ല ഉന്മേഷവും ആശ്വാസവും ലഭിക്കും. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. എന്നാൽ നമുക്ക് ചായ ഉണ്ടാക്കാം. അപ്പോൾ ഇതിനു വേണ്ടിയ ഇൻഗ്രീഡിയൻസ്, ഇവിടെ 1 കപ്പ് ടീ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് വെള്ളം 1 കപ്പ്, ടീ പൗഡർ 1 പിഞ്ച്, ലെമൺ ജ്യൂസ് 1/2 ടീസ്പൂൺ, തേൻ 1 ടേബിൾ സ്പൂൺ, പുതിന ഇല ഒരു 7-8 എണ്ണം. വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 8ഓളം പുതിനയില നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പുതിനയില നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഇനി ഇതിലേക്ക് ഒഴിക്കാം. ഏകദേശം 1 മാസത്തേക്ക് ആവശ്യമായ ലെമൺ ജ്യൂസ് ഒന്നിച്ച് പിഴിഞ്ഞ് ഒരു ഗ്ലാസ് ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കാം. തേൻ നല്ല ക്വാളിറ്റി യൂസ് ചെയ്യണം. ജ്യൂസ് പിഴിഞ്ഞതിന് ശേഷമുള്ള നാരങ്ങ പിക്കിൾ അല്ലെങ്കിൽ അച്ചാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വേറൊരു ദിവസം നമ്മൾക്ക് കാണാം. ഇനി ഇതിലോട്ട് വളരെ ലൈറ്റായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചായ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചായ ഉണ്ടാക്കുമ്പോൾ വളരെ ലൈറ്റായിട്ട് ഉണ്ടാക്കണമെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ഗോൾഡൻ കളറിലാണ് അത് ഇരിക്കേണ്ടത്. ഇനി ഇതിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിനെ ഒരു ഗ്ലാസ്സിലോട്ട് പകർത്തിയെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ പുതിനയില അരിച്ചു കളഞ്ഞും ഉപയോഗിക്കാം. ഇതോടെ നമ്മുടെ സ്വാദിഷ്ടമായ പുതിന ലെമൺ ടീ റെഡിയായി കഴിഞ്ഞു. ഇവിടെ ലെമൺ ജ്യൂസിൻ്റെയും ഹണിയുടെയും അളവ് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റി നോക്കാവുന്നതാണ്. ഏറ്റവും നല്ല ടേസ്റ്റിനുള്ള അളവ് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി കുക്കിംഗ് ആൻഡ് ഹെൽത്തി ലിവിംഗ്.